സബർമതി എക്സ്പ്രസിന്റെ 2 കോച്ചുകളിലായി തീ ആളിപ്പടരുകയാണ്. പുറത്തു കടക്കാനാകാതെ അതിനുള്ളിൽ കുടുങ്ങിപ്പോയ നിരവധി പേർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ വെന്തു മരിക്കുകയാണ്. പതിയെ പതിയെ തീ കെട്ടടങ്ങി. എന്നാൽ ഒന്നും തന്നെ അവിടെ അവസാനിച്ചിരുന്നില്ല. അതൊരു തുടക്കമായിരുന്നു. ഗുജറാത്ത് കണ്ട ഏറ്റവും വലിയ കലാപത്തിന്റെ തുടക്കം. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വർഷം 2022. അയോധ്യയിൽ അന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പൂർണ്ണഹൂതി യജ്ഞം എന്നൊരു യജ്ഞ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് കർഷകർ അവിടേക്ക് ഒഴുകിയെത്തി. അതിൽ പങ്കെടുത്ത ഗുജറാത്തിലെ അഹമ്മദാബാദിനും ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ മടങ്ങി വരാനായി സബർമതി എക്സ്പ്രസിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. 2002 ഫെബ്രുവരി 27 രാവിലെ 7:43 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം 132 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഗോദ്ര എന്ന റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് എത്തിച്ചേരുകയാണ്. ആ ട്രെയിനിലെ ഒട്ടുമിക്ക യാത്രക്കാരും അയോധ്യയിൽ നിന്ന് യജ്ഞത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന കർഷകരായിരുന്നു. ഗോദ്ര റെയിൽവേ സ്റ്റേഷന്റെ സമീപ പ്രദേശങ്ങളിലും മറ്റും ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്നതും ജോലി ചെയ്യുന്നതും ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഈ മേഖലയിൽ നിലനിന്നിരുന്നു. അന്നേ ദിവസം ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെ ചില ജീവനക്കാരും സബർമതി എക്സ്പ്രസിലെ ചില യാത്രക്കാരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഇതിനെ അവഗണിച്ചുകൊണ്ട് ട്രെയിൻ അഹമ്മദാബാദ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. ഗോദ്ര പിന്നിട്ട് ഏതാനും കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിനിന്റെ എമർജൻസി ചെയിൻ പല തവണ വലിച്ചതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചെയിൻ വലിച്ചതിനെ തുടർന്ന് സബർമതി എക്സ്പ്രസ് ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് 1 കിലോമീറ്ററോളം കഴിഞ്ഞുള്ള ദൂരത്തിൽ നിർത്തുകയുണ്ടായി. അങ്ങനെ തീർത്തും ഏതാണ്ട് 2000-ഓളം ആളുകൾ അപ്രതീക്ഷിതമായി ഈ ട്രെയിനിനെ വളഞ്ഞു. ആ ആളുകൾ ട്രെയിനിന്റെ S5, S6 കോച്ചുകൾ ലക്ഷ്യമാക്കി പുറത്തുനിന്ന് കല്ലുകൾ എറിയാൻ തുടങ്ങി. അതേസമയം കോച്ചുകൾക്ക് അകത്തുണ്ടായിരുന്ന ആളുകൾ ഷട്ടറുകളും ജനാലകളും അടച്ചുകൊണ്ട് ട്രെയിൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി കോച്ചിനുള്ളിൽ കത്തുന്ന എന്തോ വസ്തുവിൽ നിന്ന് തീ ആളിപ്പടരാൻ തുടങ്ങി. പുറത്ത് കടക്കാൻ കഴിയാതെ നിരവധി പേരാണ് ആ ട്രെയിനിനകത്ത് വെന്തു മരിച്ചത്. നദനാവതി മെഹ്ത കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് 27 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 59 പേരാണ് അന്ന് ഗോദ്രയിൽ വെച്ച് മരണപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ആളിപ്പടർന്ന തീനെ അണക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അപ്പോഴേക്കും 59 ജീവനുകൾ വെന്തു മരിച്ചിരുന്നു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും സംഘവും സംഭവസ്ഥലം സന്ദർശിക്കുകയുണ്ടായി. കാര്യങ്ങളെല്ലാം വിശദമായി വിലയിരുത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്കായി കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ അഹമ്മദാബാദിലെ സോളോ സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇതിനോടകം തന്നെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി. ഒരു കാട്ടുതീ പോലെ ആളിപ്പടർന്നു. ഒരു സംഘം ആളുകൾ തീവച്ച് ആളുകളെ ചുട്ടുകൊന്നു എന്ന രീതിയിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഇസ്ലാമിക തീവ്രവാദികളാണ് ഈ നരനായാട്ടിന് പിന്നിലെന്ന് ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പോലും അക്കാലത്ത് പ്രതികരണങ്ങൾ ഉണ്ടായി. മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകുകയും സംഭവ വികാസങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹങ്ങൾ അഹമ്മദാബാദിലെ സോളോ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മതഗ്രൂപ്പുകളിൽ നിന്നുമുള്ള ആളുകൾ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് എത്തിച്ചേർന്ന് മുദ്രാവാക്യ വിളികളും ആരംഭിച്ചു. പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 28 രാവിലെ ഗുജറാത്തിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് അഹമ്മദാബാദിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ ആക്രമണങ്ങൾ അങ്ങിങ്ങായി ഉടലെടുക്കാൻ തുടങ്ങി. അഹമ്മദാബാദിലെ അത്യാവശ്യം സമ്പന്നരായിരുന്ന മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ചമൻപുരിയിലെ ഗുൽബർഗ് സൊസൈറ്റിയുടെ മുൻഭാഗത്താണ് വലിയൊരു സംഘം ആദ്യം തടിച്ചുകൂടിയത്. അന്നത്തെ കോൺഗ്രസ് MP ആയിരുന്ന എഹ്സാൻ ജിഫ്രിയുടെ വീടും ഈ ഭാഗത്ത് തന്നെയായിരുന്നു.
അക്രമകാരികളുടെ എണ്ണം വർദ്ധിക്കും തോറും ആളുകളിൽ ഭയവും വർദ്ധിച്ചു. പലരും എഹ്സാൻ ജിഫ്രിയുടെ വീട്ടിലേക്ക് അഭയത്തിനായി ഓടിയെത്തി. രാവിലെ ഏകദേശം 9 മണിയോടെ ഗുൽബാർഗ് സൊസൈറ്റിയുടെ മതിലുകൾ തകർത്ത് അക്രമകാരികൾ അകത്ത് പ്രവേശിച്ചു. ഏതാണ്ട് ഉച്ചക്ക് 1 മണിയോടെ അടിച്ചുകൂടിയ ആളുകളിൽ വലിയ രീതിയിൽ വർധനവുണ്ടായി. അവരുടെ കൈകളിൽ വാളും പെട്രോൾ നിറച്ച കന്നാസും ആയുധങ്ങളും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ എഹ്സാൻ ജിഫ്രി തന്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും DGPയെയും പോലീസ് കമ്മീഷണറെയും ഉയർന്ന രാഷ്ട്രീയക്കാരെയും ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ആരും അദ്ദേഹത്തിന് സഹായം നൽകുകയോ എന്തെങ്കിലും നടപടികൾക്കായി മുന്നോട്ട് വരികയോ ചെയ്തില്ല. അതേസമയം ഗുൽബാർഗ് സൊസൈറ്റിയുടെ മതിൽ തകർത്ത അക്രമകാരികൾ സമീപത്തുള്ള വീടുകൾക്ക് തീയിടുകയും ആളുകളെ നിഷ്ഠൂരമായി കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ കോൺഗ്രസ് MP ആയിരുന്ന എഹ്സാൻ ജിഫ്രി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. അക്രമികളുടെ കയ്യിൽ കമ്പ്യൂട്ടർ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു വോട്ട് ലിസ്റ്റ് വരെ ഉണ്ടായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തിരഞ്ഞു പിടിച്ചാണ് അവർ അക്രമം അയച്ചുവിട്ടത് എന്നുമാണ് അന്നത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് ലഭ്യമായത്. ഇതേസമയം നരോദാഗാം എന്ന സ്ഥലത്തും 5000-ഓളം ആളുകൾ തടിച്ചുകൂടി അക്രമങ്ങൾക്ക് തുടക്കമിട്ടു. തലേ ദിവസം ഒരു VHP നേതാവ് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഈ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്ന വ്യാജ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം ആരംഭിച്ചത്. തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന സംഭവങ്ങൾക്കെതിരെ പ്രതികരിച്ചേ മതിയാവൂ എന്ന് ഉറച്ചു വിശ്വസിച്ച ആളുകളാണ് നരോദാഗാവ് കലാപത്തിന് ഇറങ്ങിയത്. ആളുകളെ അവർ കൊന്നൊടുക്കി. 35 കുട്ടികൾ ഉൾപ്പെടെ 97 പേരാണ് അന്ന് നരോദാഗാമിൽ മരിച്ചു വീണത്. ഈ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് ബാബു ബജ്രംഗി എന്ന വ്യക്തിയായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കലാപത്തിൽ 1044 ആളുകളോളം മരിച്ചു. 223 പേരെ കാണാതായി. ഏതാണ്ട് 2500-ഓളം പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 790-ഓളം മുസ്ലിങ്ങളും 254-ഓളം ഹിന്ദുക്കളുമായിരുന്നു. അതേസമയം മറ്റു ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് മരണസംഖ്യ ഏകദേശം 2000-ന് പുറത്തുണ്ട് എന്നാണ്. നിരവധി ബലാത്സംഗങ്ങളും സ്വത്ത് നശിപ്പിക്കലും അന്നേ ദിവസം ഗുജറാത്തിൽ അരങ്ങേറി. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. അന്നത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പോലും ഗുജറാത്ത് സർക്കാരിനെ കുറ്റപ്പെടുത്തി. എന്നാൽ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് ഒരു ജനസാഗരം കലാപത്തിലേക്ക് ഇറങ്ങി തിരിച്ചതിനാലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. തുടർന്ന് സർക്കാരിനും ഭരണാധികാരികൾക്കും നേരെ വ്യക്തിപരമായ ചില പരാമർശങ്ങൾ ഉണ്ടായി. ഈ പരാമർശത്തിൽപ്പെട്ടവരായിരുന്നു ഗുജറാത്ത് പോലീസിൽ പ്രവർത്തിച്ചിരുന്ന സഞ്ജീവ് ഭട്ട് ഇതിലൊരാളാണ്. കലാപം വ്യാപിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു മീറ്റിംഗിൽ കലാപത്തിന്റെ തുടക്കഘട്ടത്തിൽ ആരും തന്നെ കയറി ഇടപെടരുതെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്ന് പിന്നീട് സഞ്ജീവ് ഭട്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു വെളിപ്പെടുത്തലുണ്ടായി. എന്നാൽ ഇത് തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. പിന്നീട് 2007-ൽ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺ പാണ്ഡ്യ സഞ്ജീവ് ഭട്ടിന്റെ വെളിപ്പെടുത്തലുകൾ ശരിയാണെന്നും കൂടെ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. പിന്നീട് എപ്പോഴോ ഹിരൺ പാണ്ഡ്യ കാറിൽ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. ഇദ്ദേഹത്തെ ആരാണ് കൊലപ്പെടുത്തിയത് എന്നതിലുള്ള ഉത്തരം ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം കലാപത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പല കമ്മീഷനുകളെയും പല സർക്കാരും നിയോഗിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നാനാവതി കമ്മീഷനും ബാനർജി കമ്മീഷനും. ഇതിൽ തന്നെ നാനാവതി കമ്മീഷൻ ഗോദ്ര ട്രെയിൻ തീവെപ്പ് വ്യക്തമായ ആസൂത്രണത്തോടെ നടത്തിയതാണെന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നും ക്ലീൻ ചീറ്റ് നൽകി. അതേസമയം ബാനർജി കമ്മീഷൻ ഗോദ്ര തീവെപ്പ് ആസൂത്രണമല്ലായിരുന്നു എന്നും അതൊരു സ്വാഭാവിക തീപിടുത്തമായിരുന്നു എന്നും റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ടുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് അന്നത്തെ കാലത്ത് BJP ആരോപിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചത് സാധാരണക്കാരായ മനുഷ്യർക്ക് മാത്രമായിരുന്നു. ഇതിൽ ഹിന്ദുവും മുസ്ലിമും ഉണ്ടായിരുന്നു. നഷ്ടങ്ങൾ മാത്രം ഉണ്ടായത് സാധാരണക്കാരായ എല്ലാ മതവിഭാഗത്തിലുംപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ ഈ വിഷയങ്ങളെ കൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ആരാണ്? അത് തീർച്ചയായും പല രാഷ്ട്രീയക്കാരുമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ പോലും പല രാഷ്ട്രീയക്കാരും പല മുതലെടുപ്പിനും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും നടത്തുന്നുണ്ട്. പലപ്പോഴും തലച്ചോറ് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുന്നിൽ പണയം വെച്ച പല ആളുകളുമാണ് ഒട്ടും തന്നെ ചിന്തിക്കാതെ പല പ്രവൃത്തികളും ചെയ്തു കൂട്ടുന്നത്. ഒരു പക്ഷേ
ഈ ചെയ്തതിനു ശേഷമായിരിക്കും പലരും ചെയ്തത് തെറ്റായി പോയി എന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുമുണ്ടാവും. അക്രമങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളുമില്ലാത്ത ഒരു നല്ലൊരു ലോകം പുലരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.